ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അബൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. ഇല്ലാത്ത ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ട ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കുക്കറിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഈ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുത്ത് നമുക്ക് ഈ കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കാം. കുക്കർ ഒന്ന് ചൂടായി വന്നാൽ 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും ഓയിലും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം. അടുത്തായിട്ട് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ടൈമിലൊന്നും ഇതൊന്നും ഹൈ ഫ്ലെയിമിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കുക്കറിൽ നല്ല ചൂട് പിടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് ആക്കിയെടുക്കാനായിട്ട്. ഇവിടെ കിസ്മിസും ഒന്നായി വന്നിട്ടുണ്ട്. നമുക്ക് അതും ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. വലിയൊരു സവാള നൈസായിട്ട് അരിഞ്ഞത് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇവിടെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതും കോരി മാറ്റാം. സവാള ഒന്ന് കോരി മാറ്റി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 6 പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പാടെ തന്നെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി ഈ ഓയിലിലേക്ക് ഒരു തക്കോലം, 2-3 പട്ട, കുറച്ച് പെരുംജീരകം, 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി വന്നാൽ നമുക്ക് ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയിൽ നിന്ന് കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം.
ഈ ടൈമിൽ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയുടെ എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് മാറി വന്നാൽ നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം തൈരും മസാലയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ അരി ഇവിടെ ഒരു അരമണിക്കൂർ മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഈ ഒരു കപ്പിന് 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിന് തന്നെയാണ് ഞാൻ അളന്ന് ചേർത്ത് കൊടുക്കുന്നത്. മസാല ഒന്നായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുറവാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളത്തിൽ ഉപ്പ് നന്നായിട്ട് മുന്തി നിൽക്കണം. എന്ന് വെച്ചാൽ ഒരുപാടായി പോകരുത്, എന്നാൽ ഒട്ടും കുറയാനും പാടില്ല. വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കുമ്പോൾ ഒരല്പം മുന്തി നിൽക്കണം, അതാണ് കണക്ക്. ഇനി നമുക്ക് അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരിയും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ഫിസിൽ വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഒരു ഫിസിൽ മതിയാവും. അതിന് ഒരുപാടായി കഴിഞ്ഞാൽ വെന്ത് പോകും. വിസിലൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് കുക്കറൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. ഒരു 3-4 മിനിറ്റിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ മുട്ട ബിരിയാണി റെഡി. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സമയം ഒരുപാട് വേണ്ടി വരില്ല. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും ബായ്.